ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നല്ല ഒരു അടിപൊളി വിഭവമുണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ചിക്കൻ ഇല്ലെങ്കിലും നല്ല ഒരു അടിപൊളി വിഭവം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ പെരി പെരി മസാല വെച്ചിട്ടുള്ള എഗ് പോളയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. 3 മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ പെരി പെരി മസാലയ്ക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ ഉണക്കമല്ലി വേണം, പിന്നെ 1/2 ടേബിൾ സ്പൂണോളം പെരുംജീരകം വേണം, ഒരു നുള്ള് ചെറുജീരകം വേണം, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട വേണം, ഒരു ചെറിയ കരയാമ്പ് വേണം, പിന്നെ 2 പച്ചമുളക് കൂടി വേണം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിലൂടെ ആ പൊടിച്ചതിൽ കൂടി തന്നെ നമുക്ക് ചെറിയ സവോളയുടെ പകുതി എടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളിയുടെ പകുതി കഷ്ണം, കുറച്ച് മല്ലിയില, ഇതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെരി പെരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാനിലോട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ചൂടായിക്കുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയൊരു കഷ്ണം 2-3 കഷ്ണം വെളുത്തുള്ളിയും കൂടി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ല ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലൂടെ ചെറിയൊരു പച്ചമുളക് കൂടി ഞാൻ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പെരി പെരി മസാല ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് വറ്റൽമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ടാകും മസാല തയ്യാറാക്കാനായിട്ട്. അത് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാനുള്ള അളവിലാണ് കേട്ടോ അങ്ങനെ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരിൻ്റെ പിരിയമുളക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അളവ് കൂട്ടിക്കൊള്ളണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാവരും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മളിവിടെ മുട്ട പുഴുങ്ങിയത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കുറച്ച് മല്ലിയിലേക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബാറ്റർ ഉണ്ടാക്കട്ടെ. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയുടെ വലിയ ജാറിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 കപ്പ് പാലാണ് കേട്ടോ. 1-1.25 കപ്പ് പാൽ നമുക്ക് യൂസ് ചെയ്യാം. അത് പൊടിയുടെ അനുസരിച്ചിരിക്കും കേട്ടോ. ഇവിടെ എനിക്ക് 1 കപ്പിൻ്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1 കപ്പ് പാലും 1 കപ്പ് മൈദപ്പൊടി കൂടി എടുക്കാം കേട്ടോ. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ 3/4 കപ്പോളം ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ബാറ്ററിൻ്റെ പകുതി ഭാഗമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാൻ ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അത് 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ സൈഡിലോട്ട് പോകാതെ നോക്കണം. നടുഭാഗത്ത് കൂടുതൽ വരുന്ന വിധത്തിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ സൈഡിൽ നിന്ന് ഒഴിച്ചിട്ട് നടുക്കിലോട്ടാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കവും മല്ലിയിലയും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് അലങ്കരിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഫ്രൈ പാനിൽ കാരണം 10 മിനിറ്റ് ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സോസ് പാനിലൊക്കെയാണ് ഇതുപോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20-30 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലോട്ട് ഞാൻ എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മറിച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോള തന്നെയാണ് കേട്ടോ. ഞാനിവിടെ മുകളിൽ ഗാർണിഷിനൊന്നും ചെയ്തിട്ടില്ല, എന്നാലും നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇതുവരെ അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.